വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിൽ ചോർച്ച. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡും കാർഡിയോ OPയും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ചോർച്ച. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, എന്താണ് സംഭവിച്ചത് എന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മിമ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ഈ കെട്ടിടമെന്ന് പറയുന്നത്. തുടർന്ന് ഇത് തുറന്നു കൊടുക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർഡ് തുറന്നു നൽകിയത്. പക്ഷേ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇത് കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് അത് തുറന്നു നൽകിയെന്നുള്ളതാണ്. അതുമൂലമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ച 3ാം നിലയിലുള്ള പൈപ്പ് പൊട്ടുകയും തുടർന്ന് ആ വെള്ളം സീലിംഗിന്റെ താഴത്തേക്ക് വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിൽ ആ വാർഡിൽ മൊത്തം വെള്ളമാവുകയും ഒടുവിൽ ജീവനക്കാർ തന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മാനന്തവാടി മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ച് നിരവധി തവണ ഇത്തരത്തിൽ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ വാർഡുമായി ബന്ധപ്പെട്ട് ഇവിടെ കുട്ടികളില്ല എന്ന് തന്നെ, അതായത് കുട്ടികൾ ഇവിടെ അഡ്മിറ്റ് ആവുന്നില്ല എന്നടക്കമുള്ള വലിയ പരാതികൾ ഉയർന്നിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതി ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഈ വാർഡിലേക്ക് ഒഴുകുകയും രോഗികൾക്കടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്ന പോലെ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഇത്തരത്തിൽ വെള്ളത്തിന് മുകളിലൂടെയാണ്. അങ്ങനെ വലിയ രീതിയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വെള്ളം പൊട്ടിയൊഴുകി സീലിംഗിലൂടെ ഈ കെട്ടിടത്തിലേക്ക് കുട്ടികളുടെയും സ്ത്രീകളെയും അടക്കം ഉൾക്കൊള്ളുന്ന വാർഡിലേക്ക് വീണിട്ടുള്ളത്. എന്തായാലും ഈ ചോർച്ച ഇന്നലെ തന്നെ അടച്ചു വന്ന് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയൊരു വീഴ്ചയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിട്ടുള്ളത്. എന്തായാലും നിരവധി തവണ ഇത്തരത്തിൽ വലിയ രീതിയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വീഴ്ചകൾ മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം വലിയ രീതിയിൽ കുറവുണ്ടെന്നൊരു കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ വെള്ളം വീണിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇത് വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. ലക്ഷ്യം ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന്.